സങ്കീർത്തനം 33:9. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയെ സ്തുതിക്കുവാനുള്ള ആഹ്വാനവുമായിട്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ. യഹോവയുടെ സ്വഭാവ ശ്രേഷ്ഠത മൂലവും സൃഷ്ടിയുടെ മഹത്വം മൂലവും യഹോവയെ സ്തുതിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരാകട്ടെ സാധാരണക്കാരാകട്ടെ എന്തെങ്കിലും ഒരു സാധനം പുതുതായി ഉണ്ടാക്കണമെങ്കിൽ എത്രയോ പ്രാവശ്യം ശ്രമിച്ചാലും എത്രയോ പ്രാവശ്യം ഉണ്ടാക്കിയാലുമാണ് അതിൻ്റെ അന്തിമ രൂപം പുറത്തു വരുന്നത്. എന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് ഒരിക്കലും ഒന്നിലും തെറ്റുപറ്റിയില്ല. തൻ്റെ വായിലൂടെ ശ്വാസത്തിലൂടെ പുറത്തു വന്ന വാക്കുകൾക്ക് സൃഷ്ടിപ്പിൻ്റെ ശക്തിയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അതേ സൗന്ദര്യത്തിൽ സകലതും ഉളവായി വന്നു. കൽപ്പിച്ചതുപോലെ സകലവും സ്ഥാപിതമായി തീരുവാൻ ഇടയായി തീർന്നു. പൂക്കളുടെ നിറങ്ങളോ വൃക്ഷങ്ങളുടെ വലിപ്പമോ മൃഗങ്ങളുടെ ആകൃതിയോ ഒന്നും എടുത്തു പറഞ്ഞില്ല. എന്നാൽ തൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഭൂമി തൻ്റെ വാക്കിലൂടെ സ്ഥാപിക്കപ്പെട്ടു. നമ്മെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുൻപ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് സ്വർഗത്തിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. പ്രകാരമാണ് നാം ഭൂമിയിൽ ആയിരിക്കുന്നത്. ദൈവം ചിത്രീകരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതം പലപ്പോഴും പിശാചും ലോകവും ഒക്കെ കൂടി വികൃതമാക്കാറുണ്ട്. എന്നാൽ അതിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഒന്ന് അരുളി ചെയ്താൽ മതി, ഒന്ന് കൽപ്പിച്ചാൽ മതി, അത് അപ്രകാരം തന്നെ ആയിത്തീരും. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ്. നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിൽ സൂക്ഷിക്കുവാൻ ദൈവം നമ്മോട് പലതും അരുളി ചെയ്യുന്നു, പലതും കൽപ്പിക്കുന്നു. അത് അപ്രകാരം സ്ഥാപിക്കപ്പെടുവാൻ ഉളവായി വരുവാൻ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ തകർക്കുവാൻ ആർക്കും ഒന്നിനും കഴിയുകയില്ല. പിശാചിനോ മനുഷ്യനോ നമ്മെക്കുറിച്ചുള്ള ദൈവിക ആലോചനയെ തകർക്കുവാൻ സാധ്യമല്ല. യെശയ്യാവ് 46:10 ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു എന്ന് നാം വായിക്കുന്നു. ഇയ്യോബ് 23:13 അവനോ അനന്യൻ, അവനെ തടുക്കുന്നതാർ? തിരുവുള്ളത്തിൻ്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അരുളി ചെയ്യുന്നത് അപ്രകാരം തന്നെ നടക്കുവാൻ, ദൈവം കൽപ്പിക്കുന്നത് അപ്രകാരം തന്നെ സ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ഹൃദയപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ആക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.